എന്റർടൈൻമെന്റ് ന്യൂസ്. മുരളി ഗോപി തിരക്കഥയൊരുക്കുന്ന അനന്തൻകാട് എന്ന ചിത്രത്തിന്റെ ദീപാവലി ദിന സ്പെഷ്യൽ പോസ്റ്റർ പുറത്ത്. ആളിപ്പടരുന്ന തീപ്പൊരികൾക്ക് നടുവിൽ മുഖമാകെ രക്തവും കത്തുന്ന കണ്ണുകളുമായി നിൽക്കുന്ന ആര്യയാണ് പോസ്റ്ററിലുള്ളത്. GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം വൻ മുതൽ മുടക്കിലും വൻ താരനിരയിലുമാണ് ഒരുങ്ങുന്നത്. മാർക്ക് ആന്റണി എന്ന ചിത്രത്തിന് ശേഷം മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ S വിനോദ് കുമാർ നിർമ്മിക്കുന്ന 14ാമത്തെ ചിത്രം കൂടിയാണിത്. തമിഴ് താരം സൂര്യ നായകനായി എത്തുന്ന കറുപ്പ് എന്ന ചിത്രത്തിലെ ആദ്യ ലിറിക് വീഡിയോ പുറത്ത്. ഗോഡ് മോഡ് എന്നാരംഭിക്കുന്ന ഗാനത്തിന്റെ സംഗീതം ഒരുക്കിയത് സായി അഭ്യങ്കറാണ്. വിഷ്ണു ഇടവനാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ഗാനമുത്തു, സായി അഭ്യങ്കർ എന്നിവർ ചേർന്നാണ് ഗാനം ആലപിക്കുന്നത്. RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ദിലീപ്, നവ്യ നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ചിത്രം കല്യാണരാമൻ വീണ്ടും തിയേറ്ററുകളിലേക്ക്. 4K ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുന്ന ചിത്രം 2026 ജനുവരിയിൽ പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് അണിയറ പ്രവർത്തകർ. 2002 പുറത്തിറങ്ങിയ ഹാസ്യ വിനോദ ചിത്രത്തിന് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് ബെന്നി പി നായരമ്പലമാണ്. കല്യാണരാമൻ 4K റീമാസ്റ്റർ ചെയ്യുന്നത് ഹൈ സ്റ്റുഡിയോസ് ആണ്. ഇവിടെ ഏതായിട്ട് എടുക്കുമോളെ പന്തലും കസേരമേ ശലക്കാരപ്പണികൾ ഇലൂമിനേഷൻ ലൈറ്റ് കൊടുത്തിട്ട് ജനറേഷൻ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുത്തു. വിനീത് തട്ടിൽ, അഖിൽ കവലിയൂർ, കാർത്തിക് ശങ്കർ, ഗൗരി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനുഷ് മോഹൻ സംവിധാനം ചെയ്ത ചിത്രം വത്സല ക്ലബ് OTTയിലേക്ക്. മനോരമ മാക്സിലൂടെയാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. ഫാൽക്കൺ സിനിമാസിന്റെ ബാനറിൽ ജിനി S ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചുവദോഷം മാറ്റി വെച്ചാലും ഇവന്റെ അച്ഛൻ നീക്കിയില്ലേ, വൺ ഓഫ് ദ ഫൈനസ്റ്റ് കല്യാണം മുടക്കിയും ഭാരതക്കുന്ന്. ഇത് കണ്ടോ ഗൈസ്, ഇവർ അത് കൊണ്ടോട് കാണിച്ച ചതി കണ്ടോ ഗൈസ്? തന്നോട് ആരോട് പറഞ്ഞ എന്നെ ഇവർ അടിച്ചോണ്ട് പോയതാണ്? വിഷ്ണു വിശാൽ നായകനായി എത്തുന്ന ആര്യൻ എന്ന തമിഴ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ശ്രദ്ധ ശ്രീനാഥ്, വാണി ഭോജൻ, സെൽവരാഘവൻ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നവാഗതനായ പ്രവീൺ K സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ 31 തിയേറ്ററുകളിലെത്തും. இப்போ இங்கே நடந்துட்டு இருக்கிறது, நடக்க போகிறது எல்லாம் வெறும் ஆரம்பம் மட்டும்தான். ஆரம்பம்னா beginning of what? How about that boy of yours? அந்த கொடைக்கானல் சீரியல் கில்லிங் கேஸ் சால்வ் பண்ணாரு. கொலை நடக்கிறதுக்கு சரியா 1 மணி நேரம் முன்னாடி கொல்ல போற கேரக்டர் பேரை வெளிப்படுத்துவேன். This is not just a perfect crime. He is a perfect criminal. ആസിഫ് അലിയെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ത്രില്ലർ ചിത്രം മിറാഷ് OTTയിൽ പ്രദർശനം ആരംഭിച്ചു. സോണി ലിവിലൂടെയാണ് മിറാഷ് പ്രദർശനത്തിനെത്തിയത്. പൂമൻ എന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയും ജിത്തു ജോസഫും ഒന്നിച്ച ചിത്രമാണ് മിറാഷ്. കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം ആസിഫ് അലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിച്ച ചിത്രം കൂടിയാണിത്. ഹക്കിം ഷാജഹാൻ, ദീപക് പറമ്പോൾ, ഹന്ന റജി കോശി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ചിത്രം സ്ട്രീം ചെയ്യും.